ഇത് ആറന്മുള വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നിട്ടില്ല എന്ന് CPIM-ന്റെ വാദം തള്ളുകയാണ് ക്ഷേത്രം തന്ത്രി. ആചാരലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്രം ഉപദേശക സമിതിയും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുമാണ് കത്തുകൊടുത്തത്. 2 കത്തുകളും കിട്ടിയ ശേഷമാണ് താൻ പരിഹാരക്രിയ നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഈ അഷ്ടമിരോഹിണി ദിനത്തിലുള്ള ഉണ്ടായ ആ സദ്യയുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ഫേസ്ബുക്കുകളിലൂടെയൊക്കെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിട്ട് അറിഞ്ഞു. എന്നാൽ അതുമായിട്ട് നേരിട്ട് ആ സമയത്ത് തന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു സമയത്തും ഇടപെട്ടിട്ടില്ല. തന്ത്രി അല്ല അത് സദ്യ വിളമ്പിക്കൊടുത്തത്. തന്ത്രി ആ സമയത്ത് അകത്ത് കളഭമുണ്ട് അഷ്ടമിരോഹിണി ദിനത്തിലകത്ത്. ആ കളഭം പൂജയും കളഭാഭിഷേകവും ഒക്കെ ആയിട്ട് ആയിരുന്നു. 9:30 കളഭം കഴിഞ്ഞു. എന്നാൽ ഉച്ചപൂജയ്ക്ക് കയറാൻ 10:30 മണി കഴിഞ്ഞു. ആ ഒരു ഇടതാമസം ഉണ്ടായിട്ടുണ്ട്. തുടർന്നാണ് 12:30 പൂജ പൂർത്തീകരിച്ചത്. തന്ത്രി അല്ല വിളമ്പിക്കൊടുത്തത്. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ. നന്ദുഷ, എന്താണ് ഈ വിവാദം? അഷ്ടമി രോഹിണി ദിവസം ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ചില പരിപാടികൾ പങ്കെടുക്കാനായി ദേവസ്വം മന്ത്രി VN വാസവൻ ആറന്മുള ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനിടെ ഏതാണ്ട് 11 മണി കഴിയെ തന്നെ മന്ത്രിക്ക് സദ്യ വിളമ്പി മന്ത്രി അത് കഴിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചെറിയ തോതിൽ വിവാദം ഉയർന്നുവെങ്കിലും അത് ആചാരലംഘനമായിരുന്നു അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഉപദേശക സമിതിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി നൽകിയ ഒരു മറുപടിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആചാരലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ചെയ്യണമെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം മറുപടി കത്തിൽ നൽകിയിരിക്കുന്നത്. ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇത്തരത്തിൽ തന്ത്രിക്ക് ഒരു കത്ത് അയച്ചത്. പരിഹാരക്രിയ സംബന്ധിച്ച നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്ത് നൽകിയത്. അതായത് ദേവസ്വം ബോർഡ് തന്നെയാണ് പരിഹാരക്രിയ ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രിക്ക് കത്ത് നൽകിയതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ CPM ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഇത് സംഘപരിവാർ സംഘങ്ങളുടെ പ്രത്യേക ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന വിവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന തരത്തിലായിരുന്നു CPM ഇന്നലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും തന്ത്രി നിർദ്ദേശിച്ച പരിഹാര ക്രിയകൾ ദേവന് മുമ്പിൽ എണ്ണപ്പണം സമർപ്പിക്കണമെന്നും അതോടൊപ്പം ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നും ഒക്കെയാണ് പരിഹാരക്രിയ നൽകിയത്. അതോടൊപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ആചാരലംഘനം നടത്തിയ ആളുകൾ മന്ത്രിയുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും ആചാരലംഘനം നടത്താൻ കൂടുന്ന അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ദേവന് മുമ്പിൽ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഏറ്റുപറയണമെന്നുമായിരുന്നു തന്ത്രി നൽകിയ പരിഹാരക്രിയ. ഏതായാലും ഈ വിവാദം ഇപ്പോൾ കണക്കുകയാണ്. പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. സാമ്പദേവനാണ് പ്രതികരിച്ചത്. അദ്ദേഹവും പറയുന്നത് ആചാരലംഘനം നടന്നതായി അന്ന് ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 മാസം പിന്നിട്ടപ്പോൾ ഉപദേശക സമിതിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആചാരലംഘനം ആരോപിക്കപ്പെടുന്നത് എന്നാണ്. ഏതായാലും ഇപ്പോൾ വിവാദത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ദേവസ്വം മന്ത്രിയെ വീട്ടിലാക്കിയത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉള്ള ദേവസ്വം ബോർഡിന്റെ പരിഹാരക്രിയ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തന്ത്രി.